അല്പനേരം മുൻപ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പിണറായി വിജയന്റെ വീട്ടിൽ എത്തി. അവിടെ അദ്ദേഹത്തെ സന്ദർശിച്ചു. വളരെ സൗഹാർദ്ദപരമായ ചില നിമിഷങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. സന്തോഷത്തോടുകൂടി പിണറായി വിജയനും ഭാര്യ കമലയും പുറത്തുവന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സ്നേഹത്തോടെ സ്വീകരിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ഒരല്പനേരം ഏകദേശം ഒരു 10 മിനിറ്റോളം അവിടെ ചിലവഴിച്ചു. രണ്ടുപേരും കൂടി സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തി. ചായ കുടിച്ചു. അത് ഗ്രീൻ ടീ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അവരുടെ ആ സംഭാഷണം ശ്രദ്ധിച്ചതിൽ നിന്നും മനസ്സിലായത് ഗ്രീൻ ടീ, രണ്ടുപേരും ഗ്രീൻ ടീ കുടിക്കുന്നു. അതുപോലെ തന്നെ പിണറായി വിജയന്റെ ചിട്ടകളെ കുറിച്ച് വി ഡി സതീശൻ പറയുന്നുണ്ട്. പിണറായി വിജയൻ വളരെ ചിട്ടയുള്ള വ്യക്തിയാണ്, തനിക്ക് അതുപോലെ ആകണം എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്തുകൊണ്ട് വി ഡി സതീശൻ പിണറായി വിജയനെ സന്ദർശിച്ചു എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരമാണ് വി ഡി സതീശനുള്ളത്. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. 10 വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്നു, അതുപോലെ 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരാളെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുവാദം വാങ്ങിച്ച് തന്റെ ഈ ഒരു യാത്ര തുടങ്ങണം എന്നാണ് തന്റെ ആഗ്രഹം. അതിനാണ് താൻ പിണറായി വിജയനെ കാണാൻ വന്നത്. ഓഫ് കോഴ്സ് 2 രാഷ്ട്രീയത്തിലാണ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഒരുമിച്ച് ചിന്തിക്കാനാകില്ല. എങ്കിലും കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കും എന്ന വാക്കും അദ്ദേഹം പങ്കുവച്ചു. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് വളരെ സന്തോഷത്തോടു കൂടി ഉത്തരം പറയുന്ന വി ഡി സതീശനൊപ്പം ഒരല്പം ബലം പിടിച്ചാണെങ്കിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആരോ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി വിജയന് സത്യപ്രതിജ്ഞയ്ക്ക് താൻ ക്ഷണിച്ചു എന്ന വിവരം വി ഡി സതീശൻ പറയുന്നുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രതികരണമൊന്നും അദ്ദേഹം നടത്തിയില്ല. മതി എന്നോ മറ്റോ പറയുന്നതായി കേട്ടു. എന്തായാലും കേരളം കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ നിയമസഭയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും ഇരുന്നയിടത്ത് ഇപ്പോൾ ആ കസേരകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. പക്ഷെ കസേരകൾ മാറി എങ്കിലും ആ നിലപാടുകൾ എടുക്കുന്നതിനും അതുപോലെ അഭിപ്രായം പറയുന്നതിനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നും വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും സതീശനും പിണറായി വിജയനും തമ്മിൽ കണ്ടുമുട്ടിയ ഈ ഒരു സൗഹൃദ കാഴ്ച എന്ന് പറയുന്നത് കേരളം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് വീക്ഷിച്ചത്. സതീശൻ വീട്ടിൽ സന്ദർശനത്തിനെത്തുമ്പോൾ അവിടെ പിണറായി വിജയന്റെ ഭാര്യ കമല ഉണ്ടായിരുന്നു, മകൾ വീണ വിജയൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബത്തിന്റെ ഒപ്പം ഉള്ള ഒരു സൗഹൃദ സന്ദർശനമാണ്. ഒരു ചെറുപുഞ്ചിരി തുടക്കം മുതൽ അവസാനം വരെ പിണറായി വിജയന്റെ ചുണ്ടിൽ ഉണ്ടായിരുന്നു എന്നതും വളരെ രസകരമായ ഒരു കാഴ്ചയായി മാറി. എന്തായാലും പിണറായി വിജയന്റെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടി അടുത്ത സർക്കാരിന്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വി ഡി സതീശൻ വരികയാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന, 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കേരളത്തിലെ സീനിയർ നേതാവായ ഒരു വ്യക്തിയുടെ മുന്നിൽ വന്ന് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ച് താൻ തന്റെ പുതിയ യാത്ര തുടങ്ങുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ് അന്ന് പിണറായിയിലേക്ക് ഭരണം വരുമ്പോൾ പിണറായിയും ഇത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം അന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തോടും ഒരു അനുവാദം വാങ്ങുന്ന രീതിയിൽ അദ്ദേഹത്തെയും സന്ദർശിച്ചതിന് ശേഷമാണ് തന്റെ സർക്കാർ തുടങ്ങിയത്. എന്തായാലും ഐശ്വര്യമായി ഒരുപാട് മുതിർന്ന നേതാക്കളെയും പലരെയും ഇതുപോലെയുള്ള പ്രമുഖരായ പല വ്യക്തികളെയും കാണുന്ന തിരക്കിലാണ് വി ഡി സതീശൻ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും കേരളക്കര വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.